റേഡിയോ കൊച്ചി 90 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സൗഖ്യം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്ന വിഷയം സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരവും എന്നതാണ്. അപ്പം മുന്നേ ഡോക്ടർ പറഞ്ഞില്ലേ, അനീമിയയെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഡോക്ടർ, ഈ സ്ത്രീകൾ, കുട്ടികളെന്ന് പ്രായഭേദമന്യേ ഇന്ന് ഭയങ്കര കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണല്ലോ അനീമിയ. അപ്പം ഈ അനീമിയനെ നമുക്ക് ആഹാരത്തിലൂടെ തന്നെ എങ്ങനെ നമുക്കതിനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും? അതെ, അനീമിയയുടെ പ്രിവലൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഹെൽത്ത് ഫാമിലി സർവേയുടെ റിസൾട്ട് അനുസരിച്ച് ഏകദേശം 57% സ്ത്രീകൾ നമ്മുടെ ഇന്ത്യയിൽ അനീമിക്കാണ്. അത് ഏകദേശം 15 മുതൽ 49 വയസ്സ് വരെ ഉള്ള സ്ത്രീകളെ എടുക്കുവാണെങ്കിൽ അത്രയും ആൾക്കാർ അനീമിക്കാണ്. അപ്പോൾ ശരിക്കും അനീമിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവ പ്രോഗ്രാം, വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം. അതിൽ ഫോക്കസ് ചെയ്യുന്നത് ബെറ്റർ എഡ്യൂക്കേഷൻ, നമ്മളുടെ സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകളെയും കുട്ടികളെ എല്ലാവരെയും എഡ്യൂക്കേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അനീമിയ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നതെന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഭക്ഷണത്തിലൂടെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അതായത് ഭക്ഷണത്തിൽ 2 തരം സ്രോതസ്സുകളാണുള്ളത്. ഒന്ന് ആനിമൽ ബേസ്ഡ് സ്രോതസ്സുകൾ, അതായത് അതിനെ പറയുന്നത് ഹീം അയൺ എന്നാണ്. ഹീം അയൺ സോഴ്സുകളും പിന്നെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സുകളും, അതായത് നോൺ ഹീം അയൺ സോഴ്സുകളും. അപ്പോൾ അയൺ മാത്രമല്ല അനീമിയയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അയണിൻ്റെ കൂടെ തന്നെ പ്രോട്ടീനും കൂടെ നന്നായി കഴിച്ചാലേ അനീമിയ നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓൾറെഡി ഡോക്ടർ പറഞ്ഞു, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും മീറ്റുകൾ, അല്ലെങ്കിൽ ചിക്കൻ, മുട്ട, പാൽ, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. എന്നാൽ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് അയൺ അടങ്ങുമ്പോൾ ഈ ആനിമൽ സോഴ്സിലുള്ള അയണുകൾ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഏകദേശം 15 മുതൽ 35% വരെ നമുക്ക് ബ്ലഡിൽ അത് അബ്സോർബ് ആകും. എന്നാൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് അയൺ അബ്സോർബ് ആകുന്നത് ഏകദേശം 2 മുതൽ 20% വരെ ഉള്ളൂ. അപ്പോൾ ആനിമൽ സോഴ്സിലുള്ള അയണുകൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഈ പറയുന്ന പോലെ തന്നെ ചിക്കൻ, മട്ടൺ, ബീഫ്, ഓയിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഷെൽ ഫിഷുകൾ, പിന്നെ കക്ക, ചിപ്പി, ഞണ്ട്, അങ്ങനെയുള്ള എല്ലാ ഭക്ഷണങ്ങളിലും ഉണ്ട്. അതുകൂടാതെ മുട്ടയിലും ഉണ്ട്. പാലിൽ അയണില്ല. എന്നാൽ നോൺ ഹീം അയണുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ഭക്ഷണങ്ങളാണ്. അതായത് ഈ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, അതുപോലുള്ള നട്ട്സുകൾ, സീഡുകൾ, ഇതൊക്കെ നമുക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞു, അത് അബ്സോർബ് ചെയ്യുന്നത് വളരെ സ്ലോയിലാണ്. അപ്പോൾ നമ്മളതിൻ്റെ അബ്സോർപ്ഷനെ ബെറ്റർ ആക്കാനായിട്ട് അതിൻ്റെ കൂടെ ചില ഭക്ഷണങ്ങൾ ആഡ് ചെയ്യും. അതിലൊന്നാണ് വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാരങ്ങ, നെല്ലിക്ക, അതുപോലെ തന്നെ ഓറഞ്ച്, ഇതൊക്കെ നമ്മൾ ഈ നോൺ ഹീം അയണുള്ള ആഹാരങ്ങളുടെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നന്നായിട്ടിത് അബ്സോർബ് ആകും. അതുപോലെ തന്നെ ഫെർമെൻറ്റഡ് ഫുഡുകൾ, തൈര്, അതുപോലെ തന്നെ ഈ പുളിപ്പിച്ച അപ്പമൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ അയണുള്ള ഭക്ഷണങ്ങളുടെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ അയൺ അബ്സോർപ്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആകും. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കുക. വെള്ളത്തിലിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട ശേഷം അത് മുളച്ച് വന്നിട്ട് മുളപ്പിച്ച ശേഷം കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അബ്സോർപ്ഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ അയണിൻ്റെ അബ്സോർപ്ഷനെ തടയുന്നതുണ്ട്. ഇപ്പം നമ്മൾ ചായ കുടിക്കുമ്പോൾ അയണുള്ള ഭക്ഷണങ്ങളുടെ കൂടെ ചായ കുടിക്കുന്നു, കോഫി കുടിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അയണിൻ്റെ അബ്സോർപ്ഷൻ നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ, ഇപ്പം കാൽഷ്യമുള്ള ആഹാരങ്ങളുടെ കൂടെ അയൺ കഴിക്കുമ്പോഴും അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, നാരുകൾ അമിതമായിട്ട് അടങ്ങിയ ആഹാരങ്ങളുടെ കൂടെ നമ്മൾ കഴിക്കുകയാണെങ്കിലും അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ അയൺ അബ്സോർപ്ഷൻ കൂട്ടാനും സാധിക്കും. പിന്നെ ഒന്ന്, നമുക്ക് അനീമിയ എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രഗ്നൻസി ടൈമിൽ, ഗർഭാവസ്ഥയിൽ ഓൾമോസ്റ്റ് 60-70% ആളുകൾ അനീമിക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കേസിലാണെങ്കിൽ നമുക്ക് അനീമിയ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ടാബ്ലറ്റ്സും കൊടുക്കാനായിട്ട് സാധിക്കും. ഏകദേശം 100 milligram അയൺ ടാബ്ലറ്റ് കണ്ടെയ്നിങ് 60 milligrams ഓഫ് എലമെൻ്റൽ അയൺ 2 നേരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അനീമിയ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് നോർമലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം മുന്നേ ഈ അനീമിയയെക്കുറിച്ച് ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു പോയിൻറ്റും കൂടെ ആഡ് ചെയ്യട്ടെ. അനീമിയ നമുക്ക് ഒന്ന് പുവർ ഡയറ്ററി ഇൻടേക്കാണ് ഒരു റീസൺ അനീമിയയുടെ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് വേം ഇൻഫെസ്റ്റേഷൻസ് ആണ്. കൊച്ചു പിള്ളേർ മണ്ണിൽ കളിക്കുമ്പോഴും അവിടുന്ന് വേംസ് നമുക്ക് വരാനും വേരാക്രിമിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ അവസ്ഥയിലും നമുക്ക് അനീമിയ ഉണ്ടാവാം. അതുപോലെ അനീമിയ മാറാതെ നിൽക്കുന്ന ഈ പറയുന്ന നല്ല ഭക്ഷണങ്ങൾ കൊടുത്തിട്ടും ടാബ്ലറ്റ് കൊടുത്തിട്ടും അനീമിയ മാറിയില്ലെങ്കിൽ
അത് ചില രോഗലക്ഷണങ്ങളുടെ ആവായിരിക്കും. ചില ക്യാൻസറുകൾ, ചിലപ്പം TB, അങ്ങനത്തെ ട്യൂബർക്കുലോസിസ്, അങ്ങനത്തെയൊക്കെ അസുഖങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇതും കൂടെ അതിൻ്റെ ഡയറ്ററിയുടെ കൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് അനീമിയ ഡെഫിനറ്റ്ലി നമുക്ക് കൺട്രോൾ ചെയ്യാം. ആൽബൻഡസോൾ എന്ന് പറഞ്ഞ ഗുളിക നമുക്കറിയാം, വേറെ ഒക്കെയുള്ള ഗുളിക എല്ലാ 6 മാസം പിള്ളേർക്ക് എല്ലാ 6 മാസത്തിലും ഒരു പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അനീമിയ പിള്ളേരിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്.